Hi friends, welcome back to my channel. അപ്പോൾ ദാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കിഡിലൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. റാഫെല്ലോ കേക്കിന്റെ റെസിപ്പിയാണ്. മുന്നേ ഞാൻ 1 kg അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വീഡിയോ കാണുക. ഇതൊരു 1.5 kg റെസിപ്പിയാണ്. കൂടാതെ ഇതിൽ തന്നെ റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിന് തന്നെ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു അരിപ്പയും കൂടെ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ മൈദ ഇവിടെ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/3 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഒറ്റ കപ്പിലാണെങ്കിൽ 1/3 കപ്പ് ബദാം പൊടിച്ചത്. ബദാം എടുക്കുമ്പം ജസ്റ്റ് പാനിൽ ഒന്ന് ഇട്ടിട്ട് ഒരു 35-40 ബദാം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഫൈനായിട്ട് തന്നെ പൊടിക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബൗൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതോടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സർ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 6 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ അരിക്കുന്ന ആ ടൈമിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എഗ്ഗ് ഏകദേശം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബട്ടർ എസൻസ് ആട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളെ എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 1/3 കപ്പൊക്കെ ആയിട്ട് ഓയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എഗ് ബീറ്റർ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ, നമ്മുടെ ബദാം മിക്സ്, ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡിൽ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ എഗ്ഗ് പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോവാതെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മൈദ മുഴുവനായിട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ വരാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ക്യൂർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യണം. ആ ഓവനിലേക്ക് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ നമ്മൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ക്രീമൊന്നും ചേർക്കാതെ കേട്ടോ മെൽറ്റ് ചെയ്യുന്നത്, ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മളെ കേക്കും ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 kg ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമ്മുടെ കേക്ക് മൂവായി പോവാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പിനായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് നല്ല കട്ടിയിൽ എടുക്കുക, എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഷുഗറിനായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് നല്ലൊരു സ്പെഷ്യലാണ് കേട്ടോ. ഈ ഒരു ഇതും കൂടെ സിറപ്പ്, ഈ ഒരു സിറപ്പും കൂടി വരുന്നത് കാരണം നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. മറ്റുള്ള കേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഈ ഒരു ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും ഒക്കെയാണ് കേട്ടോ. നമുക്ക് മറ്റേ നോർമലി കേക്കിലൊന്നും നമ്മൾ ബദാം പൊടിച്ച് ചേർക്കണമൊന്നുമില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ബദാമുമാണ്. അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇത് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കൂടെ റിപ്പീറ്റ് ചെയ്യുക. സെക്കൻഡ് ലെയർ വെക്കുക, നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനക്കുക. അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് സെയിം ഇതുപോലെ തന്നെ കോക്കനട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ ബദാമും വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ തേർഡ് ലെയറും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ടുള്ള ക്രീം ഫുള്ളായിട്ട് നമ്മളെ കേക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം റാഫെല്ലോ കേക്ക് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് കളറിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ നമ്മളൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ വൈറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം കോട്ട് മാത്രം ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെക്കുക. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള ഈ വൈറ്റ് ക്രീമിൽ തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് ഫിൽ ചെയ്തിട്ട് ചേർക്കുക. അപ്പം നോർമലി നമ്മളെ ഈ ഒരു കേക്ക് റാഫെല്ലോ കേക്ക് എന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പോൾ കളറ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇനി താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീം കോട്ട് ചെയ്യുമ്പം ക്രീം എത്താത്ത ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ഇപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ സ്കൈ ബ്ലൂ കളറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം കളർ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ആ സ്കൈ ബ്ലൂ കിട്ടാനായിട്ട് ഒരു 3 പ്രാവശ്യം അതിൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കേക്കിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ കേക്ക് നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ റാഫെല്ലോ കേക്കിൽ ഡെക്കറേഷനായിട്ട് നമ്മൾ ഡെസിക്കേറ്റ് കോക്കനട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പേര് എഴുതാനുള്ളൊരു ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി വരുന്ന കോക്കനട്ട് അതിലോട്ട് വീണോളും. അപ്പോൾ ഈ ഒരു കേക്ക് ഒരു ലൈറ്റ് ബ്ലൂവിൽ ഇതുപോലെ കോക്കനട്ട് ഇട്ട് വരുമ്പോൾ നല്ലൊരു മഞ്ഞിൻ്റെ ആ ഒരു ലുക്കാണ് കേട്ടോ. ഫൈനലി ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഫുള്ളായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കവർ ചെയ്തതിന് ശേഷം ആ മൂടി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അവിടെ റൗണ്ടിൽ ഞാനിപ്പോൾ ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് പേര് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിലോട്ട് കണ്ടൻസ് മിൽക്കാണ് ഞാൻ എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം ഡെക്കറേഷൻ ചെയ്യാൻ ബോൾസ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കണ്ടൻസ് മിൽക്കും കോക്കനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൂസ് ആണെങ്കിലും ടൈറ്റ് ആണെങ്കിലൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കോക്കനട്ട് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ക്രീമും എത്തണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ബൗളാക്കി എടുക്കാം. അപ്പോൾ ബൗളാക്കി എടുക്കുമ്പോൾ നടുവിൽ നമുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഒരു ബദാം വെച്ച് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ആ ബദാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ബൗളാക്കി എടുക്കാം. നന്നാക്കി ബൗളാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ റാഫെല്ലോ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ ഒരു ബൗൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 2-3 ബൗൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ് ഇത് ബൗൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റാഫെല്ലോ ബോൾസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബദാം വെച്ച് കൊടുത്തിട്ട് വീണ്ടും റൗൾ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് കേക്കിൽ ഏത് ഭാഗത്താണ് വെക്കാൻ ഇഷ്ടം വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെക്കറേഷനും കേക്കിൽ ചെയ്യുന്ന. അപ്പോൾ പേരും ബർത്ത്ഡേ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ഫിനിഷായി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.